എനർജി ലെവലിൽ നമുക്ക് വ്യത്യാസം വരുമ്പോൾ നമുക്ക് നടക്കേണ്ട ഓരോ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സംഭവിക്കുമോ? ചിലപ്പോൾ നമ്മളിതിനെ വിധിയെന്നും എൻ്റെ ഭാഗ്യമെന്നും അതിന് പല പേരിലും നമ്മൾ വിളിക്കാറുണ്ട്. അബ്ദുൽ വഹാബ് ഹ്യൂമൻ ഇന്നർ ടെക്നിക്ക്. ഹ്യൂമൻ ഇന്നർ ടെക്നിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നിങ്ങൾ കേൾക്കാത്തതും എൻ്റർലി ഡിഫറൻറ്റും ആയിരിക്കും. പക്ഷെ ഇതൊക്കെ മനുഷ്യനെ ഏറ്റവും ഡയറക്റ്റ് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ള ജീവിതത്തിൻ്റെ തിരക്കിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊന്നും ശരിക്കും നോക്കാനോ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ സമയമില്ല. അപ്പോൾ എനർജി ലെവലിൽ വ്യത്യാസം വരുമ്പോൾ, നമ്മൾ തോട്ട്സിൽ വ്യത്യാസം വരുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ വിധിയിൽ മാറ്റമുണ്ടാവുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നാട്ടിൻപുറങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ കുറികൾ നടത്താറുണ്ട്. നറുക്ക് കുറികൾ. 2 ടൈപ്പിലാണ് കുറികൾ വരാറ്. ഒന്ന്, ഒരു 10 ആളുകൾ ഒരുമിച്ച് കൂടി ആ ഒരു നിശ്ചിത മാസം കണക്കാക്കി അതിനുള്ളൊരു എമൗണ്ട് വാങ്ങി ഓരോ മാസവും നറുക്കെടുക്കും. അതിൽ നിന്ന് ആർക്കാണോ ലഭിക്കുന്നത് അവർ അതെടുക്കും. അപ്പോൾ ഓരോ മാസവും നമുക്ക് എന്ത് വരുന്നുണ്ട്? ആ ഒരു താല്പര്യം വരുന്നുണ്ട്. എനിക്ക് ഇപ്രാവശ്യം കിട്ടും, ഈ മാസം എൻ്റേതായിരിക്കും, അല്ലെങ്കിൽ ഈ ആഴ്ച എൻ്റേതായിരിക്കും എന്നുള്ള ലെവലിൽ വരുമ്പോൾ നമ്മളുടെ അന്നത്തെ ആ ഒരു മാനസികാവസ്ഥയും അന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് ആവശ്യമുള്ള വിഷയങ്ങളുടെയും തോതനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ആ ഒരു ക്യാഷിനെ കാണുന്നത്. ക്യാഷിനെ പല രൂപത്തിലും കാണും. കാരണം ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി അല്ലെങ്കിൽ അതിയായ ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പല ആളുകൾക്കും ആ കുറി ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ നേരെ എന്ത് ചെയ്യണ്ട, എടുക്കണ്ട. നിങ്ങളൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവം ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടോ എന്ന് നോക്കുക. പലപ്പോഴും ഈ കുറി ലഭിക്കൽ ആർക്കാണ്? എല്ലാതൊന്നും ക്യാഷിനെ കുറിച്ച് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ കുറി കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ഇല്ല. ചിലപ്പോൾ നറുക്ക് പോലും ചിലപ്പോൾ എന്തുണ്ടാവില്ല, അയാൾ അറിയുന്നുണ്ടാവില്ല അങ്ങനെ നറുക്കുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ വിളിച്ച് പറയുമ്പോഴായിരിക്കും അറിയാം, ഓ അതെനിക്ക് കിട്ടി എന്നുള്ളത്. ഒരു വിഭാഗം. രണ്ടാമത് നമുക്കറിയാം, ഒരു നറുക്കെടുക്കുന്നു. നറുക്കെടുക്കുന്ന ആളുകളുടെ സൗകര്യാർത്ഥം എല്ലാതും കൂടി ഒരുമിച്ചെടുക്കും. അപ്പോൾ നമുക്കറിയാം, അതിനൊരു ഫസ്റ്റ് അത് ഇനീഷ്യേറ്റ് എടുക്കുന്ന ആളാണ് എടുക്കുക. പ്രത്യേകിച്ച് അതിന് ലാഭമൊന്നും ആ കുറികൾക്ക് വാങ്ങാറില്ല. അപ്പോൾ ഫസ്റ്റത്തത് ഇനീഷ്യേറ്റ് എടുക്കുന്ന അയാൾ ആ കുറി എടുത്താൽ പിന്നെ വരുന്ന മാസങ്ങൾ ഒന്നായിട്ട് എടുത്തിട്ട് അത് ഫസ്റ്റ് അപ്പോൾ 10 ആളുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ഫെബ്രുവരി ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇനി മാർച്ച് ഫസ്റ്റ് കിട്ടിയ ആൾക്കാർ, പിന്നെ ഏപ്രിൽ, മെയ് 2026 അങ്ങനെ 10 മാസം പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെയും നമ്മൾ ഇത് കിട്ടണം എന്ന ആഗ്രഹം നമ്മളിലുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്തത്. പക്ഷേ ഫസ്റ്റ് കിട്ടൽ ഈ ഒരു ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയും പക്ഷേ അവർക്ക് പിന്നെ നറുക്കെടുത്ത് കഴിഞ്ഞ് അവരുടെ പേര് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ ചില ആളുകൾക്ക് 10-ാം മാസം, ഇപ്പോൾ 2-ാം മാസം കഴിഞ്ഞാൽ ഏകദേശം 10 മാസം കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് എന്തായിരിക്കുക ഇത് കിട്ടുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് ഒരുപാട് നേരം വൈകിയിട്ട് നമുക്ക് കിട്ടുകയും ഇതേ നറുക്കന്നെ നമ്മൾ ഓരോ മാസം എടുക്കുമ്പോൾ അവിടെ ആ ഒരു മാസത്തെ പ്രതീക്ഷയും അയാൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇതേ നറുക്കെടുപ്പ് നമ്മൾക്ക് ഈ മാസങ്ങൾ കൊണ്ടെടുക്കുന്ന ആൾക്ക് ഒരു വിധിയാണല്ലോ ഇത് കിട്ടുക എന്നുള്ളത്. അവസാനം കിട്ടിയ ആള് ചിലപ്പോൾ മാസം നറുക്കെടുക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് വ്യത്യാസമായേക്കാം.
ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി? ശരിക്കും ശ്രദ്ധിക്കണേ. നമ്മൾ ഒന്നാകെ എടുക്കുമ്പോൾ ലാസ്റ്റത്തെ മാസമോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ അവസാനത്തെ മാസങ്ങളോ കിട്ടിയ വ്യക്തിക്ക് ആ വ്യക്തിക്ക് തന്നെ ആയിരിക്കണമെന്നില്ല മാസം മാസം നറുക്കെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇവിടെയാണ് ആ ഒരു എനർജിയുടെ ഫ്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മളുടെ വിധി ഇവിടെ രണ്ടും ഒന്നല്ലാണ് സംഭവിക്കുന്നത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് മാസം മാസം നറുക്കെടുക്കുന്ന സ്ഥലത്താണെങ്കിലും അതോടൊപ്പം ഒന്നാകെ എടുത്തിട്ട് ആ മാസം നിശ്ചയിക്കുന്ന സ്ഥലമാണെങ്കിലും നടക്കുന്നത് ഒരേ പരിപാടിയാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവലും അതിൻ്റെ ആവശ്യകതയും മാറുന്നതിനനുസരിച്ച് നമ്മളുടെ വിധിയിൽ മാറ്റം വന്ന് നമുക്ക് കിട്ടുന്നത് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.